സുഹൃത്തുക്കളെ ഊട്ടിയിലാണ്. രാവിലെ 7:30 കാഴ്ചയാണത്. നല്ല വെയിലുണ്ട്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പിക്ചറസ്കി ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. തേയിലത്തോട്ടങ്ങളുണ്ട്, പിന്നെ മറ്റ് ക്യാരറ്റ് കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെത്തിയ സംഭവം അത് മഞ്ഞാണ്. അങ്ങനെയാണല്ലോ, ഊട്ടിയിലാകെ മഞ്ഞ് പെയ്യുന്നു എന്നുള്ളതാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തരംഗമായി നിൽക്കുന്നത്. സംഭവം രാവിലെ 7:30 അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ പറയുന്ന മഞ്ഞ് സ്നോ അല്ല, അത് ഫ്രോസ്റ്റാണ്. ഫ്രോസ്റ്റ് ഉണ്ടായിരുന്നു ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് ഇവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ. വെയിലുണ്ട്, വെയിലിനിങ്ങനെ ചെറിയ ചൂടുണ്ട്, ചൂട് വന്നു തുടങ്ങുന്നുള്ളൂ. പക്ഷേ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ വലിച്ചു കയറ്റി മേൽക്കുപ്പായൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ നല്ല തണുപ്പാണ്, കൈയൊക്കെ മരവിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തണുപ്പ് നന്നായിട്ടുണ്ട്. ഇന്നിപ്പോൾ 12-13 ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത്. പതിയെ കൂടും, കാരണം വെയിലുണ്ട്, നല്ല ക്ലിയർ സ്കൈ ആണ്. കണ്ടല്ലോ, ഒരു കോടയുടെ ഒരു ലാഞ്ചന പോലും നിങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. നല്ല ക്ലിയർ സ്കൈ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നുണ്ടാവും അല്ലേ. നല്ല കോടയൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യൂ പോയിൻറ്റിലൊക്കെ പോയി എന്നാൽ ഇപ്പോൾ ദോഡാബേട്ടൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം കാണാൻ പറ്റില്ല. അതല്ല, നമ്മൾ കോടനാടും കോത്താഗിരിയൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കോട മാത്രമാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് എല്ലാ വ്യൂ പോയിൻറ്റും വളരെ ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കാം.